Preparation for Pentecost Day. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ വസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. യോഹന്നാൻ 1:32 ഇതിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗമനം ഈ ഭൂമിയിലേക്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. യേശുക്രിസ്തുവിൽ ആയിരുന്ന പരിശുദ്ധാത്മാവ് ഇന്നും ഭൂമിയിൽ നമുക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ഈശോ പറഞ്ഞു തന്ന ഈ ഒരു വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈശോ സ്വർഗത്തിലേക്ക് ഉദ്ധിതനാകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുക, പരിശുദ്ധാത്മാവ് വരുന്നതുവരെ നിങ്ങൾ പ്രാർത്ഥനയിൽ മുഴുകുവാനായിട്ടുള്ള ഒരു സ്നേഹ സന്ദേശമാണ് ഈശോ ശിഷ്യന്മാർക്ക് നൽകുന്നത്. അതുപോലെ ഈ പെന്തക്കോസ്തിയിലേക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആഗമനം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്വീകരണം നമുക്ക് ഏവർക്കും ലഭ്യമാകുന്നതിന് വേണ്ടി നമ്മുടെ ഈസ്റ്റർ കഴിഞ്ഞുള്ള ഈ ദിവസങ്ങളും നമുക്കൊരുങ്ങി തമ്പുരാനോട് ചേർന്ന് അനുതപിച്ച് പശ്ചാത്തപിച്ച് വിശ്വാസമർപ്പിച്ചുകൊണ്ട്, യേശുക്രിസ്തുവിൽ പൂർണ്ണമായ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കുരിശുമരണം ഏറ്റെടുത്ത് ഉദ്ധാനം ചെയ്ത് ദൈവപുത്രനാണെന്നുള്ള ഒരാത്മാർത്ഥമായ വിശ്വാസം, അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ സംസാര രീതികളെല്ലാം അതിന് തക്കവണ്ണം യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വിളനിലമായി നമ്മുടെ ശരീരവും നമ്മുടെ ഹൃദയവും നമ്മുടെ കുടുംബവും ഒക്കെ ആകുന്നത്. നമുക്ക് അനുദപിക്കാം, പശ്ചാത്തപിക്കാം, തമ്പുരാനെ സ്വീകരിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നമുക്കും ഒരുങ്ങാം. ആമേൻ. This is Sweet and Bitter Spiritual Program. Join with us and share to your friends.